അപ്പോൾ എല്ലാവർക്കും ഐക്കൻസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ ഹാർഡ് കോർ സബ്ജക്റ്റിലേക്ക് കടക്കും. അതായത് നമ്മുടെ സബ്ജക്റ്റ് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ബേസിക്സ് ആണ്. ഇലക്ട്രിക് സർക്യൂട്ട്സിലേക്ക് നമ്മളിന്ന് കടക്കും. അതിൻ്റെ ഫോർറണ്ണറായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ട ഫണ്ടമെൻ്റൽ ഫാക്ട്സ് എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ട്രിക് ചാർജ്, പൊട്ടൻഷ്യൽ, ഫീൽഡൊക്കെ പറഞ്ഞത്. നമുക്കിന്ന് തുടങ്ങാം. കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മളിന്ന് പറയും. പക്ഷെ അതിന് മുന്നേ നമുക്ക് വെറുതെ ഒരു 3-4-5 പ്രോബ്ലംസ് നോക്കാം. അതിനകത്ത് കണ്ടമാനം നമ്മൾ നോക്കൂല, നമ്മൾ ജസ്റ്റ് ഒരു MCQ ടൈപ്പ് ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് മാത്രം വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രാക്ടീസ് മെറ്റീരിയൽസ് തരാം. കുറച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടുമോ ഇൻ്റർനെറ്റിൽ നിന്ന്. എന്നിരുന്നാലും നിങ്ങൾ തന്നെ തപ്പിയെടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് തരാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അത് പറയുന്നത് A hollow metal sphere of radius 5 cm is charged such that the potential on its surface is 10 volt. The potential at the center of the sphere is എത്രയാണ് അതിൻ്റെ സെൻറ്ററിലുള്ളത്. അതായത് സിറ്റുവേഷൻ ഇതാണ്, നിങ്ങളുടെ കയ്യിലൊരു സ്ഫിയർ ഉണ്ട്, അതിനെ ചാർജ് ചെയ്തിട്ടുണ്ട്. സച്ച് ദാറ്റ് ചാർജ് എത്രയെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 10 വോൾട്ട് ആണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഈ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 0 ആണോ, 10 വോൾട്ട് ആണോ, സെയിം as that at 0.5 centimeter away, സെയിം as that at a 0.25 centimeter away. ഓക്കെ, നമുക്കൊന്ന് നോക്കാതെ. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. ചേഞ്ച് ഇൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് E.dr. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ഫണ്ടമെന്റൽ അറിയാം. എന്താ ഇതിന്റെ മീനിങ്? ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. dW is equal to minus E.dr. അതായത് ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇതാണ് ഫോഴ്സ്. ഡോട്ട് എത്ര ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്ത്. അതായത് നമുക്ക് നമ്മുടെ നോർമൽ മെക്കാനിക്സിനകത്ത് നമുക്കറിയാം, ഇപ്പൊ ഇങ്ങനെ ഒരു ബോഡി ഉണ്ട് എങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ബോഡി എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ ഇൻക്രിമെന്റൽ ആയിട്ടുള്ള DS ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ F.ds ആണ് വർക്ക് ഡൺ നമ്മൾ പറഞ്ഞു. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു വിച്ച് ഇസ് ഈക്വൽ ടു F.ds. എന്തുകൊണ്ട് DS ഡോട്ട് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് മാത്രമേ നമ്മൾ കണക്കാക്കുള്ളൂ. അതായത് ഞാൻ ഈ ഡയറക്ഷനിൽ ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ തന്നെ മൂവ്മെന്റും വരികയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ് മുഴുവനായിട്ടും വർക്കിന് വേണ്ടി ചെലവാക്കി എന്ന് നമുക്ക് പറയാം. അതേസമയം ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ ഡയറക്ഷനിലും മൂവ്മെന്റ് വരുന്നത് ഈ ഡയറക്ഷനും ആണെങ്കിൽ ഈ മൂവ്മെന്റിന്റെ എൻ്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനകത്തുള്ള കോമ്പണന്റ് മാത്രമാണ് ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് F.ds എന്നൊരു കോൺസെപ്റ്റ് വന്നത്. പ്രൊജക്ഷൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഇത് ഓർമ്മയുണ്ടാവും. അതുപോലെയാണ് നമ്മുടെ E.dr വരുന്നത്. അതായത് ഇതെന്താണ്? നിങ്ങളുടെ E എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഫോഴ്സ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. dr എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ബൈ ദ ചാർജ്. അപ്പം ഇതാണ് നിങ്ങളുടെ വർക്ക് ഡൺ. E.dr ആയിരിക്കും വർക്ക് ഡൺ. പിന്നെ ഈ മൈനസ് സൈൻ എവിടെ നിന്ന് വന്നു? മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിരിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ആ പോസിറ്റീവ് ചാർജ് ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പോസിറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്
അതിനെ ഇങ്ങോട്ട് തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യു ആർ ഡൂയിങ് എ വർക്ക് എഗെയിൻസ്റ്റ് ദ സിസ്റ്റം. ശരിയല്ലേ? ഫോഴ്സ് ഫീൽഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പുഷ് ചെയ്ത് നിങ്ങൾ ആ ചാർജിന് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് യു ആർ മൂവിങ് എഗെയിൻസ്റ്റ് ദ സിസ്റ്റം. അപ്പോൾ എഗെയിൻസ്റ്റ് ദ സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് ആ ഒരു ഫിസിക്കൽ ഫാക്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് ഒന്നുകൂടെ ഇനിയും കാണും, റീവിസിറ്റ് ചെയ്യും. അപ്പം ഇതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ ഡെഫിനിഷൻ dw is equal to minus E dot dr. ഓക്കെ, അപ്പം ഈ dw തന്നെ ആ ചാർജ് യൂണിറ്റ് ചാർജ് ആണെങ്കിൽ നമ്മളതിന് എന്തെന്ന് പറയും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് പൊട്ടൻഷ്യൽ. ഈ dw എന്ന് പറയുന്നത് ജനറൽ വർക്കാണ്, മേ ബി ഏതെങ്കിലും ഒരു ചാർജിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനാക്കുവാണെങ്കിൽ dv is equal to minus E dot dr എന്ന് വരും. അങ്ങനെ ഇരിക്കെ ഒരു മെറ്റാലിക് സർഫസ് എന്ന് ഇവർ പറയുന്നുണ്ട്. നമ്മൾ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. മെറ്റാലിക് സർഫസ് എന്ന് പറഞ്ഞു, മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നുണ്ട്. മെറ്റൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മൾ ഈ മെറ്റൽ സ്ഫിയറിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജസ് വെക്കുമ്പോൾ നിങ്ങൾ എത്ര പോസിറ്റീവ് ചാർജ് വെച്ചാലും അത് സെൽഫായിട്ട് അലൈൻ ചെയ്ത് ആ മെറ്റലിന്റെ സർഫസിൽ ഈക്വൽ ആയിട്ട് റിസൈഡ് ചെയ്യും. ഇത് സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 കൂളംബാണ് നിങ്ങൾ ചാർജ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മൊത്തം ചാർജും സ്ഫിയറിന്റെ ഏറ്റവും മുകളിൽ സർഫസിൽ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യും. കാരണം യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്താലേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടാൻ പറ്റില്ല. കാരണം എല്ലാം പോസിറ്റീവ് ചാർജാണ്. ഏതെങ്കിലും ഭാഗത്ത് കൂടാൻ ശ്രമിക്കുമ്പോൾ ആ ഭാഗത്തുള്ള റിപ്പൾഷൻ ഫോഴ്സ് കാരണം അവർ ദൂരോട്ട് പോകും. ദൂരോട്ട് പോയി വേറെ സ്ഥലത്ത് ക്ലസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ആ ഭാഗത്ത് അവിടെ റിപ്പൾഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ഡിസ്റ്റൻസിൽ, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും ഈ പോസിറ്റീവ് ചാർജ് മെറ്റാലിക് സ്ഫിയറിന്റെ മുകളിൽ കിടക്കുന്നത്. ഇനി അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, പഴയ ഫിസിക്സ് ആണ്. ഒരു മെറ്റാലിക് ബോഡിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഒരു മെറ്റാലിക് ബോഡിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫാക്റ്റുകൾ നമ്മൾ ക്ലബ് ചെയ്യാൻ പോവാണ്. ഫീൽഡിന്റെ ഡയറക്ഷനാണ് മൂവ്മെന്റ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡോട്ട് ഓപ്പറേറ്ററിനെ റിമൂവ് ചെയ്തു, ഇ ഡി ആർ എന്ന് വരും. ഇ ഡോട്ട് ഡി ആർ മാറി ഇ ഡി ആർ ആവും. ഇറ്റ് മീൻസ് dv by dr is equal to minus E എന്ന് ഞാൻ എഴുതി. ഇറ്റ് മീൻസ് ഫീൽഡ് ഈസ് നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ. ഇത് മറ്റൊരു റിസൾട്ടാണ്. ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഗ്രേഡിയന്റ് എന്ന് പറയാനായിട്ടില്ല, കാരണം dv by dr എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ആക്ച്വലി പറഞ്ഞാൽ E is equal to മൈനസ് ഡെൽ വി എന്നൊരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ പഠിക്കില്ല, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വരുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് തൽക്കാലം മൈൻഡ് ആക്കണ്ട, കാരണം ഡെൽ ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ. അതിന്റെ ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻ, E is equal to minus dv by dr. അപ്പം നമ്മൾ ഈ റിസൾട്ട് നോക്കിയാൽ എന്താണെന്ന് ഇതിന്ന് മനസ്സിലാവുന്നത്? ഡെറിവേറ്റീവ് ഓഫ് നെഗറ്റീവ് എന്നുള്ള സാധനം ഡ്രോപ്പ് ചെയ്യാം, സ്പേസ് ഡെറിവേറ്റീവ് എന്ന് എഴുതാം. ഫീൽഡ് ഈസ് സ്പേസ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ രണ്ട് ഫാക്റ്റുകൾ നമുക്ക് ഒന്നിച്ച് എഴുതാം. ഒന്നാമത്തത് ഫീൽഡ് എന്ന് പറയുന്നത് സ്പേസ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. രണ്ടാമത്തത് നിങ്ങളുടെ സ്ഫിയറിനുള്ളിൽ പൊട്ടൻഷ്യൽ ഫീൽഡ് 0 ആണ്. അതിനർത്ഥം സ്ഫിയറിനുള്ളിൽ ഈ പോയിന്റിൽ 0 ആണ്, ഈ പോയിന്റിൽ 0 ആണ്, ഇവിടെ 0 ആണ്, എല്ലാ സ്ഥലത്തും 0 ആണ്. സ്ഫിയറിനുള്ളിൽ dv by dr is equal to 0 എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ സ്ഫിയറിനുള്ളിൽ dv by dr 0 ആണെന്നുണ്ടെങ്കിൽ v must be a constant. അപ്പോൾ v കോൺസ്റ്റന്റ് ആണ്. വിയുടെ സർഫസിൽ എത്രയാണ് വോൾട്ടേജ് അവർ പറഞ്ഞിരിക്കുന്നത്? സർഫസിലുള്ള വോൾട്ടേജ് 10 വോൾട്ട് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തോട്ട് പോകുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 10 വോൾട്ട് ആണെന്നുണ്ടെങ്കിലും അകത്തും 10 വോൾട്ട് ആയിരിക്കും. എങ്കിൽ മാത്രമേ സർഫസിലുള്ള വോൾട്ടേജ് 10 വോൾട്ട് ആണ്, ഉള്ളിലോട്ട് പോകുമ്പോൾ 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽഡ് 0 ആവുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
ഈ രണ്ട് കണ്ടീഷൻ ഈക്വൽ ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീൽഡ് 0 ആയിരിക്കണം, അതേപോലെ തന്നെ ഫീൽഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് സാധനം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം ഏതായിരിക്കും? കേട്ടില്ല. ഉത്തരം 10 വോൾട്ട്. യെസ്, ഉത്തരം 10 വോൾട്ട് ആയിരിക്കും. ഇത് ഞാനിപ്പോൾ ഇത്ര വലിച്ചു നീട്ടി പറഞ്ഞത് കുറച്ച് പുതിയ ഫാക്റ്റുകൾ പറയാനുള്ളതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പേപ്പറിൽ പേന തൊടാതെ തന്നെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും മനസ്സിൽ നിങ്ങളതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളത് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണിത്. ഒരു മെറ്റാലിക് സർഫസിന്റെ ഉള്ളിൽ ഫീൽഡ് 0 ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതോടൊപ്പം തന്നെ ഫീൽഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെന്നുള്ള കാര്യം ഓർക്കണം. ഈ രണ്ട് കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു ചോദ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സംഗതി. ഈ ചോദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Two positive charges of 12 and 8 microcoulombs respectively are placed 10 cm apart in air. The work done to bring them 4 cm closer is എത്രയാണെന്ന് ചോദിക്കുന്നു. അതായത് അവർ പറഞ്ഞ സിറ്റുവേഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവരുടെ കയ്യിൽ ഒരു 12 സെന്റിമീറ്ററിന്റെ 12 മൈക്രോകൂളമ്പിന്റെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതേപോലെ ഒരു ഡിസ്റ്റൻസിൽ വേറൊരു 8 മൈക്രോകൂളമ്പിന്റെ ചാർജ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജിനെ മൂവ് ചെയ്യിച്ച് അടുത്തേക്ക് കൊണ്ടുവരണം. എത്ര ഡിസ്റ്റൻസ് കൊണ്ടുവരണം? വി ഷുഡ് മൂവ് ഇറ്റ് ബൈ 4 സെന്റിമീറ്റർ. അതായത് ഇപ്പോഴിത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇനിഷ്യലി അത് 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നുവെങ്കിൽ അതിനെ കുറച്ച് 6 സെന്റിമീറ്റർ ആക്കണം. ഈ പോയിന്റിലേക്ക് എത്തിക്കണം. ഇതാണ് നമ്മുടെ പരിപാടി. അതിന് എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ശരിയല്ലേ? സിമ്പിളായിട്ട് നോക്കിയാൽ ഈ പോയിന്റ്, നമ്മൾ ഈ പൊസിഷൻ നമുക്ക് ഏതെങ്കിലും പേരുകൾ കൊടുക്കാം. ഇതിന് ഇത് 2 എന്നും ഇത് 1 എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2ൽ നിന്ന് 1ലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെ വരും? 1/4πε0 Q/R എന്ന് വരും. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണ്. ഓർക്കുന്നുണ്ടാന്ന് അറിയണം, നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ പഠിച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ V1 എന്ന് പറയുന്നത് V1 1/4πε0. ഇത് എയറിന്റെ കേസാണ് പറയണേ. Q/R1. അതുപോലെ V2 എന്ന് പറയുന്നത് 1/4πε0. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 12 മൈക്രോകൂളമ്പും നിങ്ങളുടെ കയ്യിലുള്ളത് 8 മൈക്രോകൂളമ്പും ആണെങ്കിൽ 12 മൈക്രോകൂളമ്പ് വെച്ചു. 12 മൈക്രോകൂളം വയ്ക്കുന്ന സമയത്ത് നാച്ചുറലി അത് ചുറ്റും ഒരു ഫോഴ്സ് ഫീൽഡ് എക്സേർട്ട് ചെയ്യും. ഒരു ഫോഴ്സ് ഉണ്ടാവും, എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഞാൻ ഈ ഡയറക്ഷൻ മാത്രം നോക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ ഡയറക്ഷനിലാണ് നമ്മുടെ മറ്റേ പോസിറ്റീവ് ചാർജ് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു, അതായത് 1 യൂണിറ്റ് ചാർജ് ഞാൻ വെച്ചു എന്നിരിക്കട്ടെ. അതിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് റിക്വയർഡ് ആണ് ഞാൻ ഈ V1 V2 എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 മൈക്രോകൂളമ്പിന്റെ ചാർജ് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് എത്രയായിരിക്കും? നിങ്ങൾക്ക് അറിയാന്നുള്ളത് W is equal to Q times V. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ W1 എന്ന് പറയുന്നത് 1/4πε0 12 മൈക്രോകൂളം ഡിവൈഡ് ബൈ 0.1 മീറ്റർ ഇൻറ്റു 8 മൈക്രോകൂളം. W2 എന്ന് പറയുന്നത് ഇതേ സാധനം തന്നെ 1/4πε0 again 12 മൈക്രോകൂളം ഡിവൈഡ് ബൈ എത്ര വരും? 0.06. 0.06 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ ടൈംസ് 8 മൈക്രോകൂളം. ആർക്കെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്യാമോ? ഇത് ഇങ്ങനെ ഇട്ട് ചെയ്യരുത് നിങ്ങൾ. നമ്മൾ MCQs സോൾവ് ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം അത് പിന്നെ ഓരോ വർക്ക്, ഇപ്പം 1/4πε0 രണ്ട് ഇക്വേഷൻ ഉണ്ട്. W1 ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്ത് W2 ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ 1/4πε0 ഈ രണ്ട് എക്സ്പ്രഷൻ ഇതുപോലെ എഴുതിയതിന് ശേഷം 1/4πε0 കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
ഇത് ചെയ്തു വരുന്ന സമയത്ത് 1/4πε0 9 × 10⁹. അപ്പോൾ നമ്മളിത് W1 - W2 അതാണല്ലോ അവർ ചോദിച്ചിരിക്കുന്നത്. 10⁹ × 10⁹ പിന്നെ ഇൻറ്റു 12 × 8 96 ഇൻറ്റു 10⁻12 വരും. മൈക്രോ കൂളംബ് ഇൻറ്റു മൈക്രോ കൂളംബ് 10⁻6 ഇൻറ്റു -6 10⁻12 വരും ഇൻറ്റു 1/0.1 - 1/0.06 അത് 16.66 - 10. നിങ്ങൾ ഒരു കാര്യം പേടിക്കണ്ട, അതായത് മാത്തമാറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള വലിയ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് വരില്ല നിങ്ങളുടെ ഇതിനകത്ത്. അല്ലെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ അലൗഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ എക്സാം ആണെങ്കിൽ അതിനകത്ത് കാൽക്കുലേറ്ററിൻ്റെ പ്ലഗ് ഇൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. ബേസിക് മാത്തമാറ്റിക്സ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇത്രയും വലിയ ഇൻവോൾവ് കാൽക്കുലേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഞാൻ എന്തിനീ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിയറി സൈഡ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 5.75 ജൂൾസ് എന്ന് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാ വരിക? ഉത്തരം അറൗണ്ടിൽ 5.8 ഉണ്ട്. അതപ്പോൾ ഡി വരും, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രോബ്ലത്തിൻ്റെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഫീൽഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണെന്ന് പറഞ്ഞു. അതിനെ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതിയതാണിത്. രണ്ടാമത്തത് W = QV, ഈ ഇക്വേഷൻ. അത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ. അതേസമയം വർക്ക് ഡൺ ഇൻ മൂവിങ് എനി ഗിവൺ ആർബിട്രറി ചാർജ് ഈസ് ഗിവൺ ബൈ W = Q × V. അതായിരിക്കുമല്ലോ. 5 മാങ്ങയ്ക്ക് അല്ല 1 മാങ്ങയ്ക്ക് 10 രൂപ എന്നുണ്ടെങ്കിൽ 5 മാങ്ങയ്ക്ക് 50 രൂപ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് സിമ്പിൾ മാത്തമാറ്റിക്സ്, നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ആലോചിച്ച് പറയും. വർക്ക് ഡൺ in carrying a charge Q once around a circle of radius R with a charge plus Q at the center is. ഇതിന്റെ ഉത്തരം ആർക്ക് പെട്ടെന്ന് പറയാം? വർക്ക് ഡൺ ഇൻ ക്യാരിയിങ് ആണേ. വർക്ക് ഡൺ ഇൻ ക്യാരിയിങ് എ ചാർജ് Q once around a circle of radius R. സെന്ററിൽ Q എന്നൊരു പോസിറ്റീവ് ചാർജ് ഇരിപ്പുണ്ട്. നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കയ്യിലൊരു ചെറിയ ചാർജ് സ്മോൾ Q എടുത്ത് ഇത് ഈ സർക്കിൾ മുഴുവൻ ചുറ്റി വരാൻ എത്ര വർക്ക് ചെയ്യണം? ഇത് നോക്കിയിട്ട് ആർക്കെങ്കിലും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ? കാര്യമായിട്ടൊന്നും എഴുതാനില്ല. സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 0 എന്നൊരാൾ ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണ് 0 എന്ന് ഉത്തരം പറഞ്ഞത്? ഒരു ബ്ലോക്കില് ലൂപ്പില് ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ 0. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഉത്തരമുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് പറഞ്ഞു വലിപ്പിച്ചില്ല. ഉത്തരം അത് തന്നെയാണ്. അതായത് ഇതിന്റെ ഫണ്ടമെന്റൽ സംബന്ധിച്ച് നമ്മളെന്ന് പറഞ്ഞല്ലോ, ഇതൊരു കൺസർവേറ്റീവ് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് ഇതിനകത്ത്. അതായത് ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഈ ഒരു ജിയോമെട്രിയിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഒരു ജിയോമെട്രിയിൽ Q ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്പെറിക്കൽ ആണെന്നിരിക്കും, സർക്കുലർ അല്ല, സ്പെറിക്കൽ ആണെങ്കിൽ പോലും ഇത് ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഫീൽഡ് വരുന്നത്. റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും ഇതിന്റെ ഫീൽഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വെച്ചാൽ ഈ സർക്കംഫറൻസിലെല്ലാം ഒരേ ഫോഴ്സാണ് ഫീൽ ചെയ്യുന്നത്. ഒരേ ഫോഴ്സാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ കിട്ടിയില്ലേ? അതിനർത്ഥം പറഞ്ഞാൽ ഫീൽഡ് എല്ലാം ഈ എല്ലാ പോയിന്റുകളിലും ഒരേ ഫീൽഡ് ആണുള്ളതെന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്കൊന്നിന്റെ ആവശ്യമില്ല. അത് ഒരു ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൊരു സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ആർബിട്രറി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ ഫീൽഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് എടുത്താൽ, ഇപ്പം ഇങ്ങനൊരു പാത്ത് എടുത്തുന്നിരിക്കട്ടെ, ഒരു റെക്ടാങ്കുലർ പാത്ത് എടുത്താൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയി.
ഈ സ്ഥലത്തോട്ട് പോകാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. കാരണം ഫീൽഡ് തന്നെ തള്ളിക്കൊണ്ട് പോകും. ഒരു ഒഴുക്കിൽ ഒഴുകുന്ന പോലെ നിങ്ങൾ വെറുതെ കിടന്നു കൊടുത്താൽ അവൻ ഇങ്ങനെ ഒഴുക്കി ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പ്രത്യേകിച്ച് വർക്ക് ഒന്നും എടുക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഐദർ എയ്ഡിങ് ദ ഫീൽഡ് ഓർ ഒപ്പോസിങ് ദ ഫീൽഡ്. ഫീൽഡ് ഇങ്ങോട്ടാണ്, നിങ്ങൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ദർ ഇസ് നോ വർക്ക് ഡൺ. ഓക്കെ, ഇനി തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ യു ആർ മൂവിങ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ്. അപ്പൊ ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്തു, നിങ്ങൾ അതിനെ തിരിച്ച് ക്യാൻസൽ ചെയ്ത് ഇവിടെ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്തു. ഇവിടെ അഗെയിൻ ബാക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നോ അത്രയും പൊട്ടൻഷ്യൽ തന്നെ കുറച്ച് നേടി കുറച്ച് നഷ്ടപ്പെടുത്തി, എന്നിട്ട് തിരിച്ച് അതേ പോയിന്റിൽ തിരിച്ചെത്തും. എനർജി കൺസർവേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പോയിന്റിൽ ഒരു ഫുൾ ലൂപ്പ് കറങ്ങി തിരിച്ചെത്തുന്ന സമയത്ത് വർക്ക് ഡൺ 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പം ഒരു വർക്ക് ഡൺ ക്യാരിയിങ് എ ചാർജ് വൺസ് അറൗണ്ട് സർക്കിൾ എന്ന് മാറ്റിയിട്ട് നിങ്ങളൊരു സ്ക്വയർ ലൂപ്പോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ലൂപ്പോ എവിടെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴേക്കും അത് മൊത്തം വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, ഇതാണെങ്കിലോ എ പോസിറ്റീവ് ചാർജ് Q is located. ഇതിനകത്ത് പ്രത്യേകിച്ച് വരയ്ക്കാനൊന്നുമില്ല, അവർ തന്നിട്ടുണ്ട്, പടം തന്നിട്ടുണ്ട്. പ്ലസ് Q ചാർജ് എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, സെന്ററിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. W1 വർക്ക് ഡൺ ഇൻ മൂവിങ് ചാർജ് ഫ്രം A to B, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ W1ഉം എയിൽ നിന്ന് സിയിലേക്ക് അല്ലെ, അതായത് ഈ പാത്ത് എടുത്താലുള്ളത് W2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W1ഉം W2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. Q ചാർജ് വെച്ചിട്ടുണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള വർക്ക് W1ഉം എയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ള വർക്ക് W2 ആണെങ്കിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ W2 എന്തായിരിക്കും? W2 ഇപ്പം എക്സ് വർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ -x വർക്ക് ആയിരിക്കും സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ W2 എന്തായിരിക്കും? മൊത്തത്തിൽ എടുക്കുമ്പോൾ W2 0 ആയിരിക്കും. കാരണം ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്? V ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് W2 will be equal to W1 will be equal to 0. D ആണ് എൻ്റെ ആൻസർ വരുന്നത്. ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഇനി ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താന്ന് വെച്ചാൽ അടുത്ത ഇതിലോട്ട് പോവാം. അപ്പൊ എന്നാ ഇതിന്റെ ഉത്തരം എന്ന് പറയാം, മെറ്റാലിക് സോളിഡ് സ്ഫിയർ എന്ന് പറയുന്നുണ്ട്. എ മെറ്റാലിക് സോളിഡ് സ്ഫിയർ is placed in a uniform electric field. Which path will the lines of force follow? 4 പാത്ത് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഏത് പാത്താണ് ഇലക്ട്രിക് ലൈൻസിന്റെ പാത്ത് എന്ന് ചോദിക്കുന്നു. സോളിഡ് മെറ്റാലിക് സ്ഫിയർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ തിയറി ഇതുമായിട്ട് സിമിലർ എന്നല്ല, ഐഡന്റിക്കൽ ആണ്. പക്ഷെ അതിന്റെ ഒരു പരിണിത ഫലം, അതായത് പിന്നെ ഒരു സ്ഫെറിക്കൽ മെറ്റാലിക് ബോഡി, അത് സോളിഡ് ആയിക്കോട്ടെ ഹോളോ ആയിക്കോട്ടെ, അതിൽ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ എല്ലാ പോയിന്റിലുള്ള ചാർജസ് ഈക്വൽ ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സോളിഡ് സ്ഫിയർ ആയാലും അതല്ല ഹോളോ സ്ഫിയർ ആണെങ്കിലും അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ അതിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സർഫസിന് മുകളിൽ വന്ന് വീഴുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതിലാണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് വന്ന് ഇംപീഞ്ച് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അതേതാണത്? ഇതിലേതിലാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് കയറുന്നത്? 4 പെർപെൻഡിക്കുലർ ആയിട്ട് വന്നത്. എന്തുകൊണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് കയറണം? പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് കയറിയില്ല എന്ത് സംഭവിക്കും? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു മെറ്റൽ ഇതൊരു മെറ്റാലിക് സർഫസ് ആണെന്നിരിക്കട്ടെ, ഇതിന്റെ പുറത്ത് ചാർജസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, കുറേ ചാർജ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ മെറ്റാലിക് സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ടല്ല വന്ന് കയറുന്നത്, ഫീൽഡ് ചെരിഞ്ഞാ വന്ന് കയറുന്നതിരിക്കട്ടെ. അസ്യൂം ദാറ്റ് the field lines at the surface is
എന്താണ് സംവാട്ട് ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊരു വെക്ടർ ആണ്, ഞാൻ പറഞ്ഞു ഫീൽഡ് എന്ന് പറയുന്നത് വെക്ടർ ആണ്. ഇതിനെ ഞാൻ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു, ടാൻജൻഷ്യൽ കോമ്പണന്റ് ആയിട്ടും പെർപെൻഡിക്കുലർ കോമ്പണന്റ് ആയിട്ടും ഈ റിസോൾവ് ചെയ്താൽ ഇതങ്ങ് പോട്ടെ, ഈ പെർപെൻഡിക്കുലർ കോമ്പണന്റ് അങ്ങ് വിട്. നിങ്ങൾ ഈ ടാൻജൻഷ്യൽ കോമ്പണന്റ് എടുക്കുക. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വെച്ചിരിക്കുന്ന ഒരു ചാർജിന് ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ടെന്നല്ലേ മീനിങ്. അങ്ങനെ ഫോഴ്സ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുപോകാനോ എന്ത് വേണ്ടി വരും? ഒരു വർക്ക് ഡൺ വേണം എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ അല്ലേ? വർക്ക് ഡൺ വേണം എന്നുണ്ടെങ്കിൽ മീനിങ് രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ വേറെ വേറെ ആണെന്നാണ്. അങ്ങനെ വേറെ വേറെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഞാൻ ഇക്വി പൊട്ടൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും സീറോ ആണ്. അത് സെയിം ആണ്, സീറോ എന്നല്ല, സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ചാർജിനെ ക്യാരി ചെയ്യാനായിട്ട് നമുക്ക് വർക്കൊന്നും ചെയ്യേണ്ടതില്ല. വർക്ക് ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനെ അങ്ങോട്ട് ഫോഴ്സ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫോഴ്സ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ ഫീൽഡ് ഇല്ല എന്നാണ്. ആ ഡയറക്ഷൻ ഫീൽഡ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് പെർപെൻഡിക്കുലർ ആകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ മീനിങ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മെറ്റാലിക് ബോഡിയിലേക്കുള്ള ഫീൽഡ് ലൈൻസ് എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വന്ന് തട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു 4 ചോദ്യം അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ കൂടെ ആഡ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് അടുത്ത കോൺസെപ്റ്റിൽ കൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നിർത്താം. അടുത്ത് നമ്മൾ പതുക്കെ കയറാൻ പോകുന്നത് നിങ്ങളുടെ ഹാർഡ് കോർ ഇലക്ട്രിക് കോൺസെപ്റ്റുകളിലോട്ടാണ് കയറുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന ചാർജുകളെ കുറിച്ച് പറയാൻ പോവാണ്. ഇത്ര ദിവസം പറഞ്ഞത്, കാരണം ഇന്നത്തെ ക്ലാസ്സിലും കഴിഞ്ഞ ദിവസം ഇതുവരെ പറഞ്ഞത് ഇലക്ട്രോസ്റ്റാറ്റിക് കേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ചാർജസ് ദാറ്റ് ആർ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാം. എസെൻഷ്യലി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചുമ്മാ ഇരിക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല, ചാർജ് മൂവ് ചെയ്യണം എങ്കിലേ കറണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചാർജസ് ഇൻ മോഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവിങ് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷൻ വരുമല്ലോ. രണ്ട് ഡയറക്ഷനിൽ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും വരാം. സോ വെൻ യു ടോക്ക് അബൌട്ട്, ഒരു സെക്കൻഡ്, മൂവിങ് ചാർജസ് ദർ കംസ് എ നോഷൻ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡയറക്ഷൻ പറയണം. ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അപ്പോൾ അതായത് ഒരു സെക്കൻഡിൽ എത്ര കൂളം എന്നുള്ള ഇതാണ് റേറ്റ് അല്ലേ? ഒരു സെക്കൻഡിൽ എത്ര കൂളംബ് പാസ് ചെയ്ത് പോയി. അല്ലെങ്കിൽ നമ്മളൊരു മെറ്റാലിക് പൈപ്പോ അല്ലെങ്കിൽ പൈപ്പല്ല, ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ വെച്ചാൽ ആ ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ചാർജസ് കടന്നുപോയി അത് കറണ്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി ഏരിയയിലൂടെ കടന്നുപോയ ചാർജുകളുടെ എണ്ണം ഇൻ യൂണിറ്റ് ടൈം, അതാണ് നമ്മളെ സംബന്ധിച്ച് കറണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അത് ഏത് ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നതെന്നും നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി ബൈ ഡെഫിനിഷൻ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ്. നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കാരണം രണ്ട് ടൈപ്പ് ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചാർജിന്റെ ഫ്ലോ എന്ന് ചോദിക്കേണ്ട. ബൈ ഡെഫിനിഷൻ ഇറ്റ് മീൻസ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ്. അല്ലെങ്കിൽ നമ്മൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 കേസായിട്ട് വേണമെങ്കിൽ എഴുതാം. ഒന്നാമത്തെ കേസ്, പോസിറ്റീവ് ചാർജസ് ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും? കറണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസ്, പോസിറ്റീവ് ചാർജസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും?
കറണ്ട് എങ്ങോട്ടായിരിക്കും? റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ്, നെഗറ്റീവ് ചാർജസ് ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ ചെയ്താൽ കറണ്ട് എങ്ങോട്ടായിരിക്കും? കറണ്ട് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. അതേപോലെ നാലാമത്തെ കേസ്, അഗെയിൻ നെഗറ്റീവ് ചാർജ് റൈറ്റ് ടു ലെഫ്റ്റ്, കറണ്ട് എങ്ങോട്ടായിരിക്കും? റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അത് തന്നെയായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അങ്ങനെ നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാം. ഈ രണ്ട് കേസ് നമ്മൾ എടുക്കുന്നു. പോസിറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. എന്നാൽ നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇതാണ് കൺവെൻഷൻ, ശരിയല്ലേ? എന്നാൽ ഈ 4 കേസും ചാർജസ് ആണ്. ചാർജസിൻ്റെ ഫ്ലോയാണ് ദാറ്റ് ഓൾ എമൗണ്ട് ടു കറണ്ട്, എല്ലാം കറണ്ടാണ്. അപ്പോൾ ഈ സാധനം കൺവെൻഷൻ മനസ്സിൽ സൂക്ഷിച്ചോണം. ഓക്കെ. അതുകൊണ്ട് തന്നെ കറണ്ടിന് എന്തില്ല, നമുക്ക് കറണ്ടിന് സത്യത്തിൽ ഒരു അബ്സല്യൂട്ട് ഡയറക്ഷൻ എന്നൊരു ഡയറക്ഷൻ ഇല്ല. നമ്മൾ എടുക്കുന്നത് പോലെയാണ് അതിരിക്കുന്നത്. അതായത് പറഞ്ഞതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വയർ നമ്മൾ എടുത്തിട്ട്, ഒരു കണ്ടക്ടിങ് വയർ എടുത്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി കറണ്ട് ഇതാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് പോസിറ്റീവ് കറണ്ട് ആണെന്ന് അസ്യൂം ചെയ്താൽ ആക്ച്വലി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ ഓക്കെ, യു ഹാവ് ഗോട്ട് എ പോസിറ്റീവ് കറണ്ട്. തിരിച്ച് നിങ്ങൾ അസ്യൂം ചെയ്ത കറണ്ടിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് റൈറ്റ് ആണ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന ഡയറക്ഷൻ തിരിച്ചുള്ള ഡയറക്ഷൻ ആണെങ്കിൽ യു ഗെറ്റ് എ നെഗറ്റീവ് കറണ്ട്. മനസ്സിലായി? അപ്പം നിങ്ങളുടെ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ് ആ ഡയറക്ഷനിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ കറണ്ട് ഫ്ലോ നടക്കുന്നതെങ്കിൽ ദ കറണ്ട് വിൽ ബി പോസിറ്റീവ്. യു അസ്യൂം ദാറ്റ് ദ കറണ്ട് ഈസ് പോസിറ്റീവ്, എൽസ് യു അസ്യൂം ദാറ്റ് ദ കറണ്ട് ഈസ് നെഗറ്റീവ്. അപ്പം അതല്ലാതെ എന്തില്ല, നിങ്ങൾക്ക് കറണ്ടിന് ഇത് മാത്രമേ ഡയറക്ഷൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു സപ്ലൈ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. നമ്മൾ റെസിസ്റ്റർ എന്ന കോൺസെപ്റ്റ് കണ്ടിട്ടില്ല. സപ്ലൈ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ VCC ഉണ്ടെങ്കിൽ 5 വോൾട്ട് ആണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണല്ലോ നമുക്കറിയാന്നുള്ളത്, കോമൺലി നമുക്കറിയാന്നുള്ളത് അങ്ങോട്ടാണ്. പക്ഷേ എനിക്ക് ഈവൻ ഐ ക്യാൻ അസ്യൂം ദാറ്റ് കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഗ്രൗണ്ട് ടു സപ്ലൈ. അങ്ങനെ അസ്യൂം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് എന്ത് വരും, എൻ്റെ കറണ്ട് മേ ബി -2 ആംപിയർ എന്നല്ലോ വരും. അപ്പം അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും പറയുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് എന്ന് ഞാൻ പറഞ്ഞു dQ/dt ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജസ്. നിങ്ങളൊരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചാർജസ് അക്യൂമുലേറ്റ് ആവുന്നു, കൂടിക്കൂടി വരുന്നു. ആസ് ടൈം ഗോസ് ബൈ ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ചാർജ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പം എത്ര റേറ്റിലാണ് ആ ചാർജ് കൂടുന്നത്, എത്ര റേറ്റിലാണ് ആ ചാർജ് കുറയുന്നുള്ള അനുസരിച്ചിട്ടാണ് നമ്മൾ കറണ്ട് പറയുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ പറഞ്ഞു. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? തൊട്ടുമുമ്പേ മെൻഷൻ ചെയ്തു. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, അല്ലെങ്കിൽ ഡിനോട്ടഡ് ബൈ എ. സിംഗിൾ ലെറ്റർ ആയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇടാം. അതല്ല ഫുള്ളായിട്ട് നിങ്ങൾ യൂണിറ്റ് എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്ററിൽ തുടങ്ങണം. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പിന്നെ ഇനി വരുന്ന ഒരു സർക്യൂട്ട് എലമെന്റ് എന്നൊരു സംഗതി വരുന്നുണ്ട്. സർക്യൂട്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ടെർമിനൽ ഒരു കോമ്പണന്റ് ആണ്. ഇന്നതെന്നില്ല, പക്ഷെ ഒരു ബേസിക് സർക്യൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഇതിനെ സിംപ്ലർ ആയിട്ടുള്ള സർക്യൂട്ട് എലമെന്റുകളായിട്ട് നിങ്ങൾക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ് ഈസ് എ സിംഗിൾ സർക്യൂട്ട് എലമെന്റ്. അപ്പം സർക്യൂട്ട് എലമെന്റിന് 2 ടെർമിനൽ കാണും, എയും പിയും കാണും. അപ്പോൾ 2 പാത്തിലൂടെ കറണ്ടിന് ഫ്ലോ ചെയ്യും. ഒന്നുകിൽ എ വഴി അകത്തേക്ക് കയറി പോവാം. ഇതെന്തോ ഒരു സംഗതി, ദിസ് ഈസ് എ ബ്ലാക്ക് ബോക്സ്, ഇതിനകത്ത് എന്തോ ഉണ്ട്. പക്ഷെ 2 ടെർമിനൽ ആയിരിക്കും, അതിന് അകത്തേക്ക് കയറി പോകാം. അതല്ലെങ്കിൽ കറണ്ടിന് ഇതുവഴി പുറത്തേക്ക് ഇറങ്ങി വരാം, അല്ലെങ്കിൽ തിരിച്ചു. അപ്പോൾ കറണ്ടിന് കയറിപ്പോകാനും ഇറങ്ങി വരാനും 2 പാത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ 2 ടെർമിനൽ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 ടെർമിനൽ ഇടയ്ക്കുള്ള വോൾട്ടേജിനെ കുറിച്ച് പറയാം. ഓക്കെ, യു ക്യാൻ ടോക്ക് അബൌട്ട് voltage between 2 terminals VAB, or you can talk about the current that is going in or the current that is coming out.
അപ്പോൾ ഇത് സർക്യൂട്ട് എലമെന്റുകൾ നമ്മൾ കാണുന്ന കോമ്പണന്റുകളെല്ലാം ഒരു റെസിസ്റ്റർ ആയിക്കോട്ടെ, കപ്പാസിറ്റർ ആയിക്കോട്ടെ, ഇൻഡക്ടർ ആയിക്കോട്ടെ, ഡയോഡ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് എന്താണ്? സർക്യൂട്ട് എലമെന്റുകളാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷേ പിന്നെ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ ആണ് സർക്യൂട്ട് എലമെന്റ്. ഇനി ഇതുപോലത്തെ സർക്യൂട്ട് എലമെന്റുകളെ ചേർത്ത് വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. നെറ്റ്വർക്ക് കിട്ടി. എന്താണ് ഈ സർക്യൂട്ട് എലമെന്റ്? നമ്മൾ പറയുന്നത് സർക്യൂട്ട് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് ആണ് കേട്ടോ. സർക്യൂട്ട് എലമെന്റുകൾ ചേർത്ത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടും. ഇനി ഈ നെറ്റ്വർക്കിനകത്ത് തന്നെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് യു ആർ ഹാവിങ് എ സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അതിനർത്ഥം നിങ്ങളുടെ ഒരു സർക്യൂട്ട് എലമെന്റ് എടുത്തു, രണ്ടോ അതിലധികമോ സർക്യൂട്ട് എലമെന്റുകൾ നിങ്ങൾ കമ്പൈൻ ചെയ്തു, ജോയിൻ ചെയ്തു, യു കണക്റ്റഡ് ദം ടുഗദർ. അങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്കിൽ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ടൊരു ക്ലോസ്ഡ് ലൂപ്പ്, ഒറ്റ ക്ലോസ്ഡ് ലൂപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് എൻ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ അതിനർത്ഥം എല്ലാ ഇലക്ട്രിക് സർക്യൂട്ടുകളും നെറ്റ്വർക്കുകളായിരിക്കും, പക്ഷെ എല്ലാ നെറ്റ്വർക്കും ഇലക്ട്രിക് സർക്യൂട്ട് ആകണമെന്നില്ല. അതാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ഇലക്ട്രിക് സർക്യൂട്ട് എലമെന്റ് ഉണ്ട്. ഷേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ, ഷേപ്പ് മെറ്റീരിയൽ ആണ്. സ്ക്വയർ വേണമെന്നില്ല, സർക്കിൾ വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഓഡ് ഷേപ്പ് വരച്ചത്. അപ്പോൾ നിങ്ങളുടെ രണ്ട് ടെർമിനൽ ഉണ്ടെന്നിരിക്കട്ടെ, എ ഉണ്ട്, ബി ഉണ്ട്. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഞാൻ VAB എന്ന് മാർക്ക് ചെയ്തു. പതുക്കെ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ കേട്ടോ, VAB എന്ന് മാർക്ക് ചെയ്തു. ഇതുവഴി അകത്തേക്ക് കയറിപ്പോകുന്ന കറണ്ട് I എന്ന് മാർക്ക് ചെയ്താൽ ഓക്കെ. അപ്പോൾ ടെർമിനൽ എയിൽ നിന്നും ടെർമിനൽ ബിയിലേക്ക് ടെർമിനൽ ബിയിലേക്ക് എന്താണ് ഒരു ചാർജിനെ കൊണ്ടെത്തിക്കാനുള്ള വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ആണ് VAB എന്ന് പറയുന്നത്. ഞാൻ അതിനെ V എന്നിടാം. ലെറ്റ് ദിസ് ബി V എന്നിടാം. ഓക്കെ, അതാണ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ശ്രദ്ധിക്കണേ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് എത്തിക്കാനുള്ള വർക്ക് ഡൺ ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതാണ് V. ഇനി I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അങ്ങനെ എത്ര ചാർജുകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട്, അതാണല്ലോ I. നമ്പർ ഓഫ് ചാർജസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അങ്ങനെ എത്ര ചാർജ് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് സെക്കൻഡ് അല്ലേ? വർക്ക് ഡൺ യൂണിറ്റ് ടൈം ആണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പവർ ഈസ് ഗിവൺ ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ദിസ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇതാണ് നിങ്ങളുടെ എക്സ്പ്രഷൻ കിട്ടിയത്. ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ വർക്ക് ഡൺ ഇങ്ങനെയല്ലേ? വർക്ക് ഡൺ പെർ കൂളംബ് ആണ്. അതായത് ജൂൾസ് പെർ കൂളംബ് ആണ് നിങ്ങളുടെ വോൾട്ടേജ്. അതേസമയം കറണ്ട് ആണെങ്കിൽ കൂളം പെർ സെക്കൻഡ്. ശരിയല്ലേ? ഒരു കൂളമ്പിന് എത്ര ജൂൾസ് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ V. അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര കൂളമ്പ് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ I. അപ്പം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂളമ്പും ക്യാൻസൽ ചെയ്യും. പവറിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ജൂൾസ് പെർ സെക്കൻഡ്. ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, അതാണ് പവർ. വാട്ട്സ്, ജൂൾസ് പെർ സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്സ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പവർ ഈസ് ഈക്വൽ ടു V × I എന്നുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇത് മനസ്സിലായില്ലേ? അത് നമുക്ക് ഇന്നത്തേക്ക് മതിയോ? എന്ത് പറയുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം നിർത്താം.